വയനാട് പുനരധിവാസത്തിനുള്ള 529 കോടിയുടെ വിനിയോഗത്തെ സംബന്ധിച്ച് ഹൈക്കോടതി ഒരു രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ. കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഈ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ കണക്കുകൾ കൃത്യമായി കാണിച്ചാലേ കേന്ദ്രത്തിന് ഇത് വിനിയോഗിച്ച തുക എത്രമാത്രമാണ് എങ്ങനെയാണെന്നുള്ളത് ഹൈക്കോടതിയെ അറിയിക്കാൻ പറ്റുള്ളൂ. ഇത് എവിടെയാണ് പാളിച്ച? എനിക്ക് തോന്നുന്നു ഇതിൽ എത്രമാത്രം സങ്കീർണതയൊന്നുമില്ല. കേരള മന്ത്രിസഭ ഒരു തീരുമാനം നേരത്തെ അങ്ങനെ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ കോടതി കരുതുന്നത് പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഈ വിഷയം. ഇവിടെ 529.50 കോടി രൂപ കേന്ദ്രം അനുവദിച്ചത് 50 വർഷത്തെ ലോണായിട്ടാണ്. ഇപ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാനമായാലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഫണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കാലപരിധിയുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തിനകം അത് വിനിയോഗിക്കണം. വിനിയോഗിച്ചില്ലെങ്കിൽ ഫണ്ട് ലാപ്സായി പോകും. കേരളത്തിന് തന്നെയാണ് നഷ്ടം. അതുപോലെയാണ് ഈ തുകയും. അടുത്ത ബജറ്റിൽ വക ചേർക്കാനുള്ളതായി ഫണ്ട് വിനിയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത ബജറ്റിൽ. അതുകൊണ്ടാണ് ഈ കേന്ദ്രം ഇത്ര നിഷ്കർഷ പുലർത്തുന്നത്. കാരണം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അത് ഇടപാടുകൾ നടത്തുന്നത്. കള്ളക്കണക്കുകളൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഇത് വിനിയോഗിച്ചു എന്നുള്ള കണക്ക് വേണം. അവരാദ്യം പറഞ്ഞിരുന്ന മാർച്ച് 31, ഈ മാർച്ച് 31. അവർക്കറിയാം ഈ മാർച്ച് 31 എന്ന് പറഞ്ഞാലേ കേരളം സാധാരണഗതിയിൽ അടുത്ത മാർച്ച് 31 മുമ്പായിട്ട് ഇതിൻ്റെ കണക്കുകൾ സമർപ്പിക്കുകയുള്ളൂ. അത്ര കാലതാമസവും കെടുകാര്യസ്ഥതയുമാണ് കേരള ഗവൺമെൻറ്റിന്. അതുകൊണ്ട് കേന്ദ്രത്തിന് വേറെ മാർഗമൊന്നുമില്ല. അടിയന്തരമായിട്ട് ഒരു അർജൻറ്റായിട്ട് ചിലവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലവാക്കില്ല. ഇങ്ങനെ കണക്ക് കാണിക്കണമെന്നൊരു നിർദ്ദേശം അവിടുത്തെ മിടുക്കരായി IAS ഉദ്യോഗസ്ഥർ വെച്ചു. കാരണം ഇത് പിന്നെ നീട്ടിക്കൊടുത്തു. അതിനുശേഷം അവർ ഡിസംബർ 31 നീട്ടിക്കൊടുത്തു. കേരള ഗവൺമെൻറ് ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അവർ മന്ത്രിസഭാ യോഗത്തിലെടുത്ത് ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പല കാര്യത്തിൽ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്, കെട്ടിട നിർമ്മാണമുണ്ട്, റോഡ് നിർമ്മാണമുണ്ട്. ഇപ്പോൾ റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞ് PWDയെ ഏൽപ്പിക്കുക. അതിന് വേണ്ട പണം ഇതെല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നതാണല്ലോ. ആ പണം അവരെ അങ്ങ് ഏൽപ്പിച്ചു എന്നുള്ള കണക്ക് ഒന്ന്. രണ്ടാമത് നമ്മുടെ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻ്റ് ആണല്ലോ. വേസ്റ്റ് വാട്ടറും വാട്ടർ അതോറിറ്റി എല്ലാം കൂടെ വരുന്ന ഒരൊറ്റ മന്ത്രിയുടെ കീഴിലാണ്, റോഷി അഗസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഇത് കൊടുത്ത് അത് കൈപ്പറ്റി എന്നുള്ളത് കാണിക്കുക. പിന്നെ PWD വരുന്നതാണ് റോഡിൻ്റെ നിർമ്മാണം, പിന്നെ കെട്ടിട പുനർനിർമ്മാണം, കുറച്ചൊക്കെ അതിൻ്റെ വരും. പിന്നെ ഹൗസിങ്ങിൻ്റെ വരും. ആ വകുപ്പുകൾക്ക് ഏതൊക്കെ വകുപ്പെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ വകുപ്പുകൾക്ക് ഈ പണം കൈമാറുക. 521 ഡിവൈഡ് ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ളതും കൊടുത്ത് അത് ഇവർക്ക് വേണ്ടി പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഡിവിഷനുകളാക്കി ബ്രേക്ക് അപ്പ് ആക്കിക്കൊണ്ട്, ബ്രേക്ക് ഈവൻ ആക്കിക്കൊണ്ട് ആ തുക അങ്ങ് ചെലവഴിച്ചു എന്ന് വരുത്തുക. ഈ കണക്കേ വേണ്ടു അവർക്ക് ബജറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ കണക്കാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ നിർമ്മാണം മുഴുവൻ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, കണക്ക് കൊടുക്കണം. അതാണ് ഈ കണക്കും. അതായത് എത്രയും വേഗം സംസ്ഥാന സർക്കാർ ഏതൊക്കെ ഡിവിഷനിൽ, സാർ പറഞ്ഞതുപോലെ ഏതൊക്കെ ഡിവിഷനിലാണ് കൊടുക്കുന്നതിനുള്ള കൊടുക്കുക. കൊടുത്തതിന്റെ ആ കണക്ക് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ. അവിടെ ഈ പ്രശ്നമുണ്ട്. ഓരോ വകുപ്പിനും കൊടുത്തു കഴിഞ്ഞാലും അവരടുത്ത സാമ്പത്തിക വർഷത്തിന് മുമ്പ് ഇത് ചെലവാക്കി ഇരിക്കണം. ലാപ്സായി പോകരുത്, ഇങ്ങനെ അടയിരിക്കരുത്. ആ തുകയുടെ വർഷമുണ്ടല്ലോ. അതെ, അതിനകത്ത് ഇത് ചെയ്യാറില്ല കേരളം. വെച്ച് താമസിപ്പിക്കും, ചെലവ് കൂടും. അപ്പോൾ ഈ ചെലവ് കൊണ്ട് നടക്കാതെ വരും കാര്യങ്ങൾ, നിഷ്ഫലമായി പോകും, ലാപ്സായി പോകുമെന്ന് മാത്രമല്ല ഇതിൻ്റെ എസ്റ്റിമേറ്റ് വളരെയധികം കൂടുകയും ചെയ്യും ആ കാലയളവ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്തതാണ്. ഇതെന്തോ കൊടുത്തിരിക്കുന്നത് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി, പലിശയേ ഇല്ല. നമുക്കറിയാമല്ലോ, 50 വർഷം കഴിയുമ്പോൾ 529 കോടിക്ക് ഒരു വിലയും കാണുകയില്ല. കൊടുക്കാൻ ഈസിയായിട്ട് കഴിയും. അപ്പോൾ വലിയൊരു ഔദാര്യമാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ട് അവിടെ കിടപ്പുണ്ട്. 377 കോടി അല്ലാതെ ഉണ്ട്. എല്ലാം കൂടി ഒരു 800 കോടി 900 കോടിയോളം രൂപ വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് ചെലവാക്കാൻ പറയുന്ന ഒരു തെറ്റായ കാര്യമാണ്. ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നിട്ട് പറയുന്നത് മാർച്ച് 31-നകം എത്രയും വേഗം ചെലവാക്കണം. കേന്ദ്രം അങ്ങനെ ആവശ്യപ്പെടുന്നു. അത് നടക്കുന്ന ഇത് മാത്രമേ ജനങ്ങളിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കി സാറ് പറയുന്നത് പോലെ ഇതിന്റെ പിന്നാമ്പുറ കഥകളൊന്നും ഒരു കാലത്തും പുറത്തോട്ട് വരുന്നില്ല. കേന്ദ്രം പണം കൊടുക്കുന്നില്ല, കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല, കേരളം കടക്കണിയിലാണ്. ഇതല്ലാതെ ജനങ്ങളിലേക്ക് ഇത്തരത്തിൽ നമ്മൾ ഈ ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. ഇപ്പൊ സാറ് കൃത്യമായി പറഞ്ഞതുപോലെ കേന്ദ്രം 50 വർഷം പണയമായി, അതായത് ലോണായിട്ട് ഈ ഫണ്ട് കൊടുക്കുമ്പോൾ ഇതിന് പലിശയില്ല, 50 വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി. മാത്രമല്ല ഒരു വർഷമുണ്ട്, സാമ്പത്തിക വർഷം, ഒരു വർഷത്തിനകത്ത് കേരളം ഈ നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കണം എന്നുള്ള ഒരു നിലപാട്. അത് കൃത്യമായി, കാരണം കേരളത്തിലെ പല കാര്യങ്ങളും സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ ആമ എഴുതുന്നത് പോലെ ഇത് വയനാട് ദുരന്തം എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും
നോക്കിയാൽ ഞെട്ടിത്തെറിച്ച ഒരു ദുരന്തം തന്നെയാണ്. അപ്പം ഇഴയാതെ വയനാടിനെ വീണ്ടും പുനർനിർമ്മിക്കുക എന്നുള്ളത് കേന്ദ്രം വെച്ചത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. ഒരു വർഷത്തിനകത്ത് അത് പുനർനിർമ്മാണം നടത്തുക. വയനാട് എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതിയുടെ നമുക്കറിയാം ഏറ്റവും അധികം കേരളം ഉറ്റുനോക്കുന്ന വയനാടാണ്. വയനാടിന്റെ ആ പ്രകൃതി മനോഹരമായ സ്ഥലം വീണ്ടും നിർമ്മിക്കണമെന്ന് നാം ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു പുനർനിർണ്ണയം മാത്രമേ ഇവരുടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സാറ് പറഞ്ഞതുപോലെ ഓരോ ഡിവിഷനിലേക്ക് ഈ ഫണ്ട് എത്തിക്കുക എന്നുള്ളത്. പക്ഷെ ഇത്രത്തോളം സർക്കാർ പക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വാക്കുകളെല്ലാം വേറെ മാറിയും തിരിഞ്ഞു വന്നല്ല. നമുക്ക് തന്നെ അറിയാം ആശാ വർക്കേഴ്സിനെ പല കാര്യങ്ങളും കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല. കേന്ദ്രത്തിന് കൃത്യമായ തെളിവുകളും കാര്യങ്ങളും അവര് നിക്ഷേപിച്ച തുകകൾ എങ്ങനെയാണ് വരവ് ചെലവ് കണക്കുകൾ ഈ കണക്കുകൾ ബോധിപ്പിക്കാതെ കേന്ദ്രം ഫണ്ട് തരുമോ? കേന്ദ്രത്തിന്റെ പല ഫണ്ടുകളും ഇങ്ങനെയല്ലേ ലാപ്സ് ആയിരിക്കുന്നത്. നമ്മളല്ലേ കേന്ദ്രത്തിനെ ഏത് രീതിയിൽ വിനിയോഗിക്കണം, എത്ര നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള നമ്മുടെ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കേണ്ടുന്നത്. അപ്പൊ ഇതിൽ ആരുടെ കുറ്റമാണ് സാർ ഇപ്പം? അതെ, സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ കുറ്റമായത്. കോടതിയെ ഇത് ബോധിപ്പിക്കണം, ആർട്ടിക്കുലേഷൻ വേണമല്ലോ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇതാണ് കേന്ദ്രത്തിന്റെ സ്പിരിറ്റ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. കേന്ദ്രത്തിന്റെ സ്റ്റൈൽ അത് തന്നെയാണ്. അങ്ങനെയാണ് റോഡുകൾ ആ കാലാവധിക്ക് മുമ്പ് പൂർത്തിയാക്കുന്ന സ്റ്റൈലിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ റോഡുകൾ ഇത്ര മനോഹരമായിട്ട് തീർക്കാൻ അവർക്ക് കഴിയുന്നത്. പെട്ടെന്ന് പുരോഗതി നമ്മൾ എവിടെ പോയാലും കാണാൻ കഴിയും. ഫാസ്റ്റായിട്ട് തീർക്കുക എന്നുള്ളതാണ്. ജവഹർ ടണൽ പദ്ധതിയൊക്കെ കാലാവധിക്ക് മുമ്പേ അവർ പൂർത്തിയാക്കുക. തമിഴ്നാട് നമ്മുടെ അയൽ സംസ്ഥാനത്ത് തന്നെ ഇന്ന് പിണറായി സ്റ്റാലിനെ കാണാൻ പോയിട്ടുണ്ടോ? ഒന്ന് അയൽ സംസ്ഥാനത്ത് തന്നെ അദ്ദേഹം ഒന്ന് ഓടിപ്പോകുന്നത് നന്നായിരിക്കും. ആ റോഡിലൂടെ ഒക്കെ നോക്കുന്നത്, എന്നിട്ട് പറയുന്ന ഹൈടെക് ഹൈവേ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിൽ ഇപ്പൊ ഒരു മഴ പെയ്യട്ടെ കുണ്ടും കുഴിയില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഇത്തരത്തിൽ സാറ് പറഞ്ഞതുപോലെ വേണ്ടുന്ന രീതിയിൽ ഫണ്ട് ക്രമീകരിക്കല് അത് വിനിയോഗിക്കുകയോ ചെയ്യാത്തതായിരിക്കാം നമ്മുടെ കേരളത്തിന്റെ പോരായ്മകൾ. ഈ നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വരുന്ന ആൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. പലപ്പോഴും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമാണ്. ഒരു സ്ഥാനം കിട്ടി അവർക്ക് കാര്യമായിട്ട് പറയാനറിയില്ല. ഇപ്പം നമ്മുടെ നേരത്തെ PS ശ്രീധരൻപിള്ള സാറും ഒക്കെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടിരുന്ന ഫലപ്രദമായിട്ട് പറയാനറിയായിരുന്നു. ഇപ്പോഴത്തെ കൗൺസിലിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ അത് ഫലപ്രദമായിട്ട് അവിടെ കൺവേ ചെയ്തില്ല കോടതി. അതുകൊണ്ടാണ് കോടതിക്ക് കേന്ദ്രത്തിനോട് ദേഷ്യം വന്നത്. ഇവിടെയാണ് ഈ കഴിവില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന കുഴപ്പം. അതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റും കേന്ദ്രത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. എഫിഷ്യൻസി, സ്പീഡ്, അതാണ് അവരുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ആ രീതിയിൽ പോകാൻ വേണ്ടി കൊടുത്ത ഒരു തിട്ടൂരമാണ്. അത് ഫലപ്രദമായിട്ട് പറയാൻ ഇദ്ദേഹത്തിന് കഴിയാതെ വന്നു എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനോട് നിങ്ങളിത് സ്പീഡിൽ ചെയ്യണമെന്ന് കേന്ദ്രത്തിന് പറയാൻ പറ്റില്ല. ഫെഡറലിസത്തിലുള്ള കയ്യേറ്റമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും, വലിയ പ്രതിഷേധവും ഉണ്ടാകും. കേരള നിയമസഭ ഏകകണ്ഠമായിട്ട് പ്രമേയവും പാസ്സാക്കും. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാനദണ്ഡപ്രകാരം ഇന്ന ദിവസത്തിനകം തീർക്കണമെന്ന് അവർക്ക് ആവശ്യപ്പെടാൻ അധികാരമുണ്ട്. അതാണ് ചെയ്തത്. പറ്റില്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിന് പറയാം. കേരള ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞു, ചെന്ന് നേരിട്ട് കണ്ട് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഡിസംബർ 31 വരെ എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു 7 മാസം കൂടെ കേരള ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കേന്ദ്രം കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ കൗൺസിലാണത് നമ്മളിവിടെ കിടന്ന് പറയുന്ന പോലെയല്ല, കോടതിയിൽ അത് കൗൺസിൽ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ കേന്ദ്രത്തിന് അതിന് മറുപടി കൊടുത്തുള്ളൂ. ആ സത്യവാങ്മൂലത്തിൽ മറുപടി കിട്ടും. അതോടുകൂടി കോടതിക്ക് തൃപ്തിയുമാകും. എന്തായാലും ഈ പണം കിട്ടിയെന്നുള്ളത് തന്നെ വലിയൊരു മഹാകാര്യമാണ്. കിട്ടിയില്ലെന്നും പറഞ്ഞാൽ ഇതുവരെ പരാതി, കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനും പരാതി പറയുക, ഇതൊരു നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.